അടിവേരിളക്കാൻ പുതിയ പരീക്ഷണവുമായി DRDO. പ്രളയ മിസൈൽ ആകാശത്തു നിന്നും കരയിലേക്ക് തൊടുക്കാൻ പാകത്തിലുള്ള അർദ്ധ ബാലിസ്റ്റിക് മിസൈൽ ആക്കാൻ കഴിയുമോ എന്നതാണ് പരീക്ഷണം വിജയം കണ്ടാൽ അത് പാകിസ്ഥാന്റെ നെഞ്ചിലെ തീയായിരിക്കും. കൂടാതെ പാകിസ്ഥാന് വെല്ലുവിളിക്കാൻ പോലും കഴിയാത്ത പ്രതിരോധ ശക്തിയായി അതോടെ ഇന്ത്യ മാറും. അങ്ങനെ തൊടുക്കണമെങ്കിൽ അത് യുദ്ധവിമാനങ്ങളിൽ നിന്നാണ് തൊടുക്കുക. പക്ഷേ ഇന്ത്യയുടെ ഇപ്പോഴത്തെ തദ്ദേശീയമായി നിർമ്മിച്ച ആധുനിക യുദ്ധവിമാനമായ തേജസ് 30 MKIന് വഹിക്കാൻ കഴിയുന്ന മിസൈലുകളുടെ ഭാരത്തിന്റെ കാര്യത്തിൽ പരിധിയുണ്ട്. ഏകദേശം 2500 കിലോഗ്രാം ഭാരമുള്ള മിസൈലെ തേജസ് 30 MKIന് ചുമക്കാൻ കഴിയൂ. പക്ഷെ പ്രളയ മിസൈലിന്റെ ഇപ്പോഴത്തെ ഭാരം എത്രയാണെന്നോ 5000 കിലോഗ്രാം ആണ്. പ്രളയ മിസൈലിന്റെ ഭാരം 2500 കിലോഗ്രാമിലേക്ക് കുറയ്ക്കുക എന്ന വലിയ ദൗത്യത്തിലാണ് DRDO. അതിന് ഇപ്പോഴത്തെ മിസൈലിന്റെ ഡിസൈൻ വരെ മാറ്റേണ്ടി വരും. ബ്രഹ്മോസ് മിസൈലിനേക്കാൾ കുറുകിയ മിസൈലാണ് പ്രളയ്. സുഖോയ് യുദ്ധവിമാനത്തിന് 22 മീറ്റർ നീളമുണ്ട്. ഇതിൽ 9.06 മീറ്റർ നീളമുള്ള പ്രളയ മിസൈലിനെ ഘടിപ്പിക്കാനാണ് ശ്രമം. പക്ഷേ ഈ പരീക്ഷണം വിജയിച്ചാൽ മാക് 5 വേഗതയിൽ കുതിക്കുന്ന ഒരു ബാലിസ്റ്റിക് മിസൈലായി പ്രളയ് മാറും. അതായത് ശബ്ദത്തേക്കാൾ 5 മടങ്ങ് വേഗതയിൽ കുതിക്കുന്ന ഒരു ബാലിസ്റ്റിക് മിസൈലിനെ സങ്കല്പിച്ചു നോക്കൂ. ഇത്രയും വേഗതയിൽ കുതിക്കുന്ന പ്രളയ മിസൈലിനെ ബാലിസ്റ്റിക് മിസൈലുകളെ അടിച്ചിടാൻ കഴിവുള്ള ആയുധങ്ങൾക്ക് തൊടാൻ കഴിയില്ല. ഖര ഇന്ധനത്തിന്റെ കരുത്തുള്ള റോക്കറ്റ് മോട്ടോർ ആയിരിക്കും പ്രളയ മിസൈലിനെ കുതിപ്പിക്കുക. ഈ പരീക്ഷണം വിജയിച്ചാൽ പ്രതിരോധ രംഗത്ത് അത് ഇന്ത്യക്ക് വലിയ കരുത്തു പകരും. പാകിസ്ഥാന്റെ ദുസ്വപ്നമായി പ്രളയ മിസൈൽ മാറും. പ്രളയ് എന്നത് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒരു പരമ്പരാഗത അർദ്ധ ബാലിസ്റ്റിക് മിസൈലാണ്. ഇത് പ്രധാനമായും ചൈന പാകിസ്ഥാൻ അതിർത്തികളിലെ പ്രതിരോധത്തിനെ ലക്ഷ്യമിട്ട് നിർമ്മിച്ചതാണ്. താഴ്ന്ന പാതയിൽ സഞ്ചരിക്കുകയും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കുതിച്ചുയരാൻ കഴിവുള്ളതുമായ ഈ മിസൈൽ സൈനിക കേന്ദ്രങ്ങൾ, ആശയവിനിമയ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെ ലക്ഷ്യമിട്ട് ഉപയോഗിക്കുന്നു. ബാലിസ്റ്റിക് മിസൈലുകളെ പോലെ ഉയർന്ന പാതയിൽ സഞ്ചരിക്കുകയും എന്നാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് താഴേക്ക് കുതിച്ചുയരാൻ കഴിയുകയും ചെയ്യുന്ന ഒരു മിസൈലാണ് പ്രളയ്. കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് ആക്രമണം നടത്താൻ കഴിവുള്ള നാവിഗേഷൻ സംവിധാനങ്ങളാണ് ഇതിലുള്ളത്. ഇത് തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. ഇത് മൊബൈൽ ലോഞ്ചറുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്നതിനാൽ ഏത് ഭൂപ്രദേശത്തും ഇത് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. പാകിസ്ഥാന്റെ ഫത്തേഹ് 2 മിസൈൽ പോലുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും ചൈനയുമായുള്ള അതിർത്തിയിലെ പ്രതിരോധം ഉറപ്പാക്കാനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. 500 മുതൽ 1000 കിലോഗ്രാം വരെ ഭാരമുള്ള പോർമുന വഹിക്കാൻ പ്രളയ്ക്ക് ശേഷിയുണ്ട്. ആണവായുധങ്ങൾ ഉപയോഗിക്കാതെ തന്നെ എതിരാളികൾക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ പ്രളയ മിസൈൽ ഇന്ത്യയെ പ്രാപ്തമാക്കുന്നു. 1000 കിലോഗ്രാം വരെ ഭാരം വഹിച്ച് 500 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ശത്രുപാളയത്തിൽ നാശം വിതയ്ക്കാൻ കഴിയുന്ന പ്രളയ മിസൈൽ ഇന്ത്യ കഴിഞ്ഞ ദിവസം വിജയകരമായി പരീക്ഷിച്ചിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്. ഈ ഓണത്തിന് ഗുബു നന്ദുരുച്ചി മാട്ടിൽ വക്കാലക്ക ഓഫർ.